ഈ കേരള സംസ്ഥാനത്ത് ഇതുപോലെ ഒരു പരിപാടി നടത്തിയിട്ടില്ല. അത് പിറവത്ത് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. ഒരു വർഷം പോലും വിട്ടുപോകാതെ ഈ പദ്ധതി ഏറ്റവും മനോഹരമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുമായ ഞാൻ സാബുവിനെ ഏറ്റവും ആദ്യമേ ഞാൻ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ ഏതൊക്കെയാൽ പേരകശക്തികളായ പലരും ഉണ്ടാകണം. ഞാനിവിടെ സൂചിപ്പിച്ചു നേരത്തെ തന്നെ, വിദേശത്താണെങ്കിൽ പിറന്ന മണ്ണിനോടുള്ള ആ സ്നേഹവും ആദരവും ആ പാരമ്പര്യവും ആ സംസ്കാരവും കാത്തു സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? അവരുടെ തിരക്കിനിടയിൽ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഇരിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായും അമേരിക്കയിലെ ആ അസോസിയേഷൻ, നമുക്കറിയാം ഫോമയുടെ പ്രസിഡന്റ് ബഹുമാനായ ബേബി ഉൾപ്പെടെയുള്ള മറ്റ് ഭാരവാഹികളുടെ എല്ലാം ഉണ്ട്. അവരുടെ ആ നല്ല മനസ്സിനെ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിച്ചു കൊള്ളുകയാണ്. ഈ അമ്മയോടൊപ്പം പരിപാടി തുടങ്ങി ഈ വർഷം വരുമ്പോൾ 14ാമത്തെ വർഷമാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുടങ്ങി, മുനിസിപ്പൽ ചെയർമാനായപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു. 2020 നമ്മുടെ കാലാവധി കഴിഞ്ഞു. എങ്കിലും അത് മുടങ്ങാതെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ ബാംഗ്ലൂരായിരുന്നു എന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇത് നിർത്തരുത്. ഇത് വിധവമാരായ പാവപ്പെട്ട അമ്മമാരെ ഒരു ആദരിക്കുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ അവർക്ക് മനോബലം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ഫോമ ഈ തവണ എന്നോട് പറഞ്ഞു, ബേബി പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ പരിപാടി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാമെന്ന്. കഴിഞ്ഞ തവണ ബേബി പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തപ്പോൾ ബേബി പറഞ്ഞു, ഈ കഴിഞ്ഞ തവണത്തേൽ ഞാനും പങ്കാളിയാകാം എന്ന് പറഞ്ഞ് ഫോമയും ബേബി പങ്കാളിയായി. ഈ തവണ അഭിമാനത്തോടെ പറയുന്നു, ഈ അമ്മയോടൊപ്പം പരിപാടി മുഴുവൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് പ്രിയപ്പെട്ട ബേബി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഫോമയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് കാരുണ്യം. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലെ അനുഭവം വെച്ച് പറഞ്ഞാൽ, ഞാൻ ഈ പരിപാടി തുടങ്ങിയ ശേഷം എനിക്കുണ്ടായിട്ടുള്ള വലിയൊരു അനുഗ്രഹം, അമ്മമാരുടെ അനുഗ്രഹം. അപ്പോൾ ഈ പരിപാടിക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, വർഗീയതയില്ല, ഒന്നുമില്ല. ഇത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, ഇതിലെല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാ പ്രവർത്തകരും ഉണ്ട്. അമ്മമാരുടെ കണ്ണീരൊപ്പാൻ നടത്തുന്ന ഈ പരിപാടിക്ക് തീർച്ചയായിട്ടും വലിയ ഒരു ഗ്രേസ് ആണുള്ളത്. ഏറ്റവും പ്രിയങ്കരനായ കഴിഞ്ഞ 13 വർഷക്കാലം രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിൻ്റെ പേരിൽ നമ്മളിവിടെ അമ്മയോടൊപ്പം എന്ന് പറയുന്ന പരിപാടി നടത്താറുണ്ട്. അത് എന്നും അന്നും എന്നും ഈ 14ാമത്തതും കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും ആൾക്കാരെ വിളിച്ചുകൂട്ടി ഇതിനായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം കണ്ടെത്തിക്കുന്നത് നമ്മുടെ സാബു ജേക്കബാണ്. ആ സാബു ജേക്കബ് കഴിഞ്ഞ 13 വർഷവും ഇന്ന് 14ാമത്തെ വർഷവും അതുപോലെ തന്നെ മുമ്പോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം, നമുക്ക് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ രാജീവ് ഗാന്ധി കൾച്ചറൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ അമ്മയോടൊപ്പം എന്ന് പറയുന്ന പരിപാടിക്ക് ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനുള്ള ഒരു നടപടിയുമായിട്ടാണ് കഴിഞ്ഞ 13 വർഷവും ഇന്ന് 14ാമത്തെ വർഷവും നമ്മളിവിടെ കൂടിയിരിക്കുന്നത്.